He is a loving father. ഫോർമലായി ഫാദർ എന്ന് വിളിക്കാം. പക്ഷെ എന്താ ഇവിടെ ചെയ്യുന്നത്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ ആക്കി വെച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാ നമ്മുടെ ആത്മാവിനോട് പറയുക, അജിത്തേ, ഈ വലിയവനായ ദൈവം നിന്റെ പിതാവാണ്. He is your father. You don't just address him father, പിതാവേ എന്ന് മാത്രമല്ല, സ്നേഹം കൊണ്ട് നീ ഒന്ന് വിളിക്കുക. He is your father. നിന്റെ ഇൻസെക്യൂരിറ്റി എനിക്കറിയാം, നിനക്ക് യോഗ്യതയില്ലെന്ന് അറിയാം, നിനക്ക് പോരാ, നീ ആയിട്ടില്ല. He is your father. അതുകൊണ്ട് സ്നേഹത്തോടെ അബ്ബാ 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 എന്ന് ഈ ദൈവത്തെ വിളിക്കുവാൻ, സ്നേഹിക്കുവാൻ, ആ സ്നേഹം അനുഭവിക്കുവാൻ, ആ സ്നേഹത്തിന്റെ ആഴം ഒന്ന് നമ്മുടെ ജീവിതത്തിൽ ആ സെക്യൂരിറ്റിയിലേക്ക് നമ്മളൊന്ന് വരുവാൻ. ദൈവിക വാഴ്ച, intimacy is the pathway to dominion. ദൈവത്തോടുണ്ടായിരിക്കുന്ന സഹിത്വം, സ്നേഹം, ആ കൂട്ട്, ആ ബന്ധം, അടുത്ത ഒരു സുഹൃത്ത് ബന്ധം, ദൈവത്തോടുണ്ടായിരിക്കുന്ന ആ ഒരു സ്നേഹം, intimacy is the pathway, the key to dominion. Hallelujah. തുടർന്ന് നാം വീണ്ടും ചിന്തിക്കുവാൻ പോകുകയാണ്. ദാനിയേലിന്റെ പുസ്തകം 11-ാം അധ്യായം 32-ാമത്തെ വാക്യം, ദൈവത്തെ അറിയുന്ന ജനം, the people who know their God, they shall be strong. ദൈവത്തെ അറിയുന്ന ജനം, ദൈവത്തെ കുറിച്ചൊത്തിരി അറിയുന്ന ജനമല്ല. Not a people who know a lot about God. ദൈവത്തെ കുറിച്ച് എനിക്ക് ഒത്തിരി അറിയാം, ഒത്തിരി വാക്യങ്ങൾ ഞാൻ കാണാതെ പഠിച്ചിട്ടുണ്ട്, ഒത്തിരി ദൈവവചനത്തിന്റെ ഭാഗം എനിക്കറിയാം. അത് നല്ലതാണ്, ദൈവവചനം പഠിക്കുന്നതും ദൈവവചനത്തിന്റെ സ്വത്രം അത് നമുക്ക് കാണാൻ പാഠമാക്കുന്നതൊക്കെ വളരെ. പക്ഷെ ദൈവത്തെ അറിയാമോ? The people who know their God. സിംഹത്തിന്റെ കുഴിയിൽ ഡാനിയേലിനെ തള്ളിയിട്ടപ്പോഴും അതിന്റെ മധ്യത്തിൽ പതറാതെ, വിഷമിക്കാതെ, കരയാതെ, നിരാശപ്പെടാതെ, സ്തോത്രം ഹല്ലേലൂയ, ഞാൻ അടുത്ത ദിവസം വന്ന്, ഡാനിയേലേ, നിന്റെ ദൈവത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ, അതേ രാജാവേ, സ്വർഗ്ഗത്തിൽ നിന്ന് എന്റെ ദൈവം എനിക്ക് വേണ്ടി ഒരു ദൂതനെ അയച്ചു. Amen. The people who know their God. ദൈവത്തെ അറിയുന്ന ഈ ദിവസങ്ങളിൽ നമുക്ക് വാഴ്ച നടത്തണമെങ്കിൽ ദൈവത്തെ അറിയുന്ന ഒരു ജനം. സിംഹത്തിന്റെ കുഴിയിലും അഗ്നിയുടെ മധ്യത്തിലും ശദ്രക് മേശക് അബേദ്നെഗോയെ തീയുടെ മധ്യത്തിൽ തള്ളിയിട്ടപ്പോൾ അവിടെ ഉള്ളിലുണ്ടായിരുന്ന ആ സ്ട്രെങ്ത്, ആ കരുത്ത്. The people who know their God will be strong and they shall do great exploits. 2026 ദൈവത്തിന് വേണ്ടി വലിയ വീര്യം ചെയ്യുവാനുള്ള വർഷമാണ്. വീര്യ പ്രവർത്തികൾ, എക്സ്പ്ലോയിറ്റുകൾ. I declare by the Spirit of God that 2026 is an year of great exploits. ഈ ദിവസങ്ങളൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ വചനത്തിന്റെ വെളിപ്പാടുകൾ നമുക്ക് നൽകുന്നത്, അത് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾ നടക്കും. ആ വ്യക്തി വിപ്ലവങ്ങളെ സൃഷ്ടിക്കും, ആ ദൈവസഭ വിപ്ലവങ്ങളെ സൃഷ്ടിക്കും, ആ കൂട്ടം ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യും. The people who know their God shall do great exploits. Hallelujah. I want to do some great exploits for God. ദൈവത്തിന് വേണ്ടി ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കുവാൻ. Hallelujah. ദൈവത്തെ അറിയുന്ന ജനം, നമ്മളതെല്ലാം കുറച്ച് ആഴമായി പഠിക്കുവാൻ ഇടയായിത്തീർന്നു. അറിയുന്ന ഒരു എബ്രായ വാക്കാണ് യാദാ, അറിയുക. ഇന്നത്തെ ദൂത് സ്തോത്രം പിതാവിനെ അറിയുക. Know the heavenly Father, knowing the Father. പിതാവാം ദൈവത്തെ അറിയുന്നതിലൂടെ നമ്മുടെ ഉള്ളിൽ ലഭിക്കുന്ന ഒരു സ്വാതന്ത്ര്യം, ഒരു കരുത്ത്, ഒരു രൂപാന്തരം. Because the Father's love is transforming. The Father's love is redemptive, is restorative, is equipping, is empowering. അറിവുകൊണ്ട് നാം ദൈവത്തെ അറിയുന്നു എന്ന് മാത്രമല്ല, ദൈവത്തെ ആഴമായി അനുഭവിച്ച്. ഈനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. അടുത്തൊരു വാക്കാണ് നടന്നു. ഹലാക്ക് നടന്നു, ചേർന്ന് നടന്നു. ദൈവത്തെ രുചിച്ചറിഞ്ഞു, ദൈവത്തെ ആസ്വദിച്ച് അറിഞ്ഞു. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. 365 വയസ്സിൽ നടന്ന് താൻ എടുക്കപ്പെടുവാൻ ഇടയായിത്തീർന്നു. ദൈവത്തെ അറിയുന്നതിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ സവിശേഷത എന്താണ്? ദൈവം തന്റെ ഹൃദയത്തെ, തന്റെ രഹസ്യങ്ങളെ, താൻ ഭൂമിയിൽ ചെയ്യുവാൻ പോകുന്ന കാര്യങ്ങളെ താൻ ഹാനോക്കിനോട് വെളിപ്പെടുത്തുകയാണ്. യൂദയുടെ ലേഖനം 1-ാം അധ്യായം 14-15 വാക്യം നമ്മൾ അതിനെ ചിന്തിക്കുവാൻ ഇടയായിത്തീർന്നു. എങ്ങനെ ദൈവം വരുവാനുള്ള ആദാമിൽ നിന്ന് 7-ാമനായ ഹാനോക്ക് കർത്താവിന്റെ 2ാമത്തെ വരവിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ, വെളിപ്പാടിൽ യോഹന്നാൻ അപ്പോസ്തലന് ലഭിച്ച ആ വെളിപ്പാടുകൾ ഹാനോക്ക് പ്രാപിക്കുകയാണ്. വാവ്, നാം ദൈവത്തെ അറിയുക. ഹീനോക്ക് ദൈവത്തെ അറിഞ്ഞു. ഉൽപ്പത്തിയുടെ പുസ്തകം 18-ാം അധ്യായത്തിൽ എബ്രഹാം ദൈവത്തോട് കൂടെ നടന്നു. 18-17 വാക്യം നമുക്കൊന്ന് വായിക്കാം. യഹോവയായ ദൈവമാണ് നമ്മുടെ പിതാവാം ദൈവം. പഴയ നിയമത്തിലും ഒത്തിരി വ്യവസ്ഥകൾ ഉള്ളപ്പോഴും അതിന്റെ മധ്യത്തിൽ ഒരു വ്യക്തി ദൈവത്തിന്റെ സ്നേഹിതനായി മാറുകയാണ്. ഒരു വ്യക്തി ദൈവത്തോട് ചേർന്ന് നടക്കുകയാണ്. തന്റെ യേശുവിലൂടെ പൂർണ്ണ രക്ഷയുടെ ആ ദൈവപ്രവൃത്തി നടക്കുന്നതിന് മുമ്പേ തന്നെ പഴയ നിയമത്തിൽ ദൈവഭക്തന്മാർ ദൈവത്തോട് പുതിയ നിയമത്തിന്റെ ആ അനുഭവത്തിൽ നടന്നു. The Old Testament saints walked in new covenant reality. പുതിയ ഉടമ്പടിയുടെ ആഴവും അനുഭവത്തിൽ പഴയ നിയമത്തിൽ ദൈവഭക്തന്മാർ നടക്കുവാനിടയായി തീർന്നു. ഇവിടെ ദൈവം എബ്രഹാമിനോട് പറയുകയാണ്. എന്താണ് പറയുന്നത്? നമുക്ക് ശ്രദ്ധിക്കാം. ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വെക്കും. ദൈവം പറയാം, ഞാൻ ഭൂമിയിൽ സോദോം ഗൊമോറയുടെ വിഷയത്തിലാണ്, പാപം പെരുകിയിരിക്കുകയാണ്, മറുതലിപ്പ് പെരുകിയിരിക്കുകയാണ്, ദൈവത്തിന് വിരോധമായി ഞാൻ എങ്ങനെയാ മറച്ചു വെക്കുന്നത്? And the Lord said, shall I hide from Abraham that thing which I am about to do? Yes. അബ്രഹാം വലിയതും ബലമുള്ളതുമായ ജാതിയായി തീരുകയും, ഞാൻ അവനെ വിളിച്ചത് അവനെ ബലമുള്ള ഒരു ജാതിയാക്കുവാൻ. എന്റെ വാഗ്ദത്തമാണ്, എന്റെ ഉടമ്പടിയാണ്, അവനെ കുറിച്ചുള്ള എന്റെ പദ്ധതിയാണ്. ഹല്ലേലൂയ. എന്റെ സ്നേഹിതനായി, എന്റെ ഹൃദയത്തിന്റെ രഹസ്യത്തെ പങ്കുവെക്കുവാൻ കഴിയുന്ന ഒരു മനുഷ്യനായി
എബ്രഹാം വെളിപ്പെടുകയാണ്. യെസ്, അവനിൽ ഭൂമിയിലെ ജാതികളൊക്കെയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുമല്ലോ. യഹോവ അബ്രഹാമിനെ കുറിച്ച് അരുളി ചെയ്തത്, ദൈവത്തെ അറിയുന്ന ജനത്തിന്റെ പ്രത്യേകത അവർ ഉത്തരവാദിത്തങ്ങളെ വേറൊരു വ്യക്തിക്ക് കൈമാറുന്ന വ്യക്തികളല്ല. ആ ദൈവം ചെയ്യുന്നേ, അതെ, ദൈവം ദൈവത്തിന്റെ കാര്യങ്ങൾ ചെയ്യും. പക്ഷേ എബ്രഹാമിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉറപ്പ്, for I know Abraham that he will command the children and his household after him that they shall keep the way of the Lord to do justice and judgment, that the Lord may bring upon Abraham that which he hath spoken of him. മലർത്തി വായിക്കാം. യഹോവ അബ്രഹാമിനെ കുറിച്ച് അരുളി ചെയ്തത്, അവന് നിവർത്തിച്ചു കൊടുപ്പാൻ തക്കവണ്ണം അബ്രഹാം തന്റെ മക്കളോടും തനിക്ക് പിമ്പുള്ള കുടുംബത്തോടും നീതിയും ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് യഹോവയുടെ വഴിയിൽ നടപ്പാൻ കൽപ്പിക്കേണ്ടതിന് ഞാൻ അവനെ തിരഞ്ഞെടുത്തു. സ്തോത്രം. ഇവിടെയുള്ള പിതാക്കന്മാരെ, പുരുഷന്മാരെ, നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിന്റെ വഴി പഠിപ്പിക്കുവാൻ, ദൈവത്തിന്റെ വഴികൾ ഉപദേശിച്ചു കൊടുക്കുവാൻ, അതിന്റെ ഉത്തരവാദിത്തം, ആദ്യത്തെ ഉത്തരവാദിത്തം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. Don't abdicate your responsibility to teach your children the ways of God. ദൈവത്തിന്റെ വഴികളെ ഉപദേശിക്കുവാൻ, അവരെ അതിൽ പഠിപ്പിക്കുവാൻ, അതിൽ നടക്കുവാൻ, അതിൽ പരിശീലിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ മക്കളെ ദൈവം അങ്ങ് പഠിപ്പിച്ചോളും. അത് ദൈവം പഠിപ്പിക്കും. അത് നാണയത്തിന്റെ ഒരു വശം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ഭൂമിയിൽ ഒരു മനുഷ്യനെ വേണ്ടതിനെന്തിനാ? ദൈവത്തിന്റെ വഴികളെ അറിഞ്ഞ്, ദൈവത്തോട് കൂടെ നടന്ന്, ദൈവത്തിന്റെ സ്വഭാവം, ദൈവത്തിന്റെ വഴികൾ പഠിച്ച്, അത് തന്റെ മക്കളെയും തന്റെ മക്കളുടെ മക്കളെയും തന്റെ ജനത്തെയും തന്റെ ദേശക്കാരെ പഠിപ്പിക്കുവാൻ ദൈവത്തിന് ഒരു എബ്രഹാമിനെ വേണം. എബ്രഹാമിന്റെ മക്കളാണ് the people who know their God. ദൈവത്തെ അറിയുന്ന ജനം. വേറെ ആരെങ്കിലും എന്റെ മക്കളെ പഠിപ്പിക്കട്ടെ? No. ആദ്യത്തെ ഉത്തരവാദിത്തം മാതാപിതാക്കളെ. എന്റെ ജനത്തെ വേറെ ഏതെങ്കിലും ഒരു ഭാഷ പഠിപ്പിക്കട്ടെ? അല്ല. ഹല്ലേലൂയ. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ കൂട്ടത്തെ നയിക്കുവാൻ, പഠിപ്പിക്കുവാൻ, അവരെ വളർത്തിയെടുക്കുവാൻ, അവരെ ശിശുത്വത്തിൽ അവരെ ഗുണദോഷിക്കുവാൻ, അവരെ കരുതുവാൻ, അവരെ ശകാരിക്കുവാൻ, സ്നേഹിക്കുവാൻ ഉത്തരവാദിത്തം ഇടയന്മാർ, ഇവിടെ ഉള്ള ദൈവത്തിന്റെ ഇടയന്മാർ, ശുശ്രൂഷകരെല്ലാവരും. ഹല്ലേലൂയ. It's our responsibility. Amen. Hallelujah. യാക്കോബിന്റെ ലേഖനം 2-23 വാക്യത്തിലേക്ക് നമുക്കൊന്ന് വരാം. The book of James chapter 2 verse 23. Hallelujah. അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അത് അവന് നീതിയായി കണക്കിടുകയും ചെയ്തുവെന്ന് ഉള്ള തിരുവെഴുത്ത് നിവൃത്തിയായി അവൻ ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് പേർ പ്രാപിച്ചു. ഈ ദിവസങ്ങളിൽ ദൈവത്തെ ഒരു സ്നേഹിതനായി, ദൈവത്തോടൊരു ആഴമായ സഹത്വം, develop a personal relationship with God. ദൈവത്തോട് ഒരു വ്യക്തിപരമായ ഒരു ബന്ധം, a personal relationship with God. Knowing God must be a high priority in the life of a child of God. ദൈവത്തിന്റെ മക്കളുടെ ജീവിതത്തിൽ ഈ ദൈവത്തെ അനുഭവിച്ചറിയുവാൻ, ആഴമായി അറിയുവാൻ. So we must take time with God. ദൈവത്തെ എങ്ങനെ അറിയുവാൻ കഴിയുന്നത്? ചില വചനങ്ങൾ പഠിച്ചു എന്നല്ല, ഈ വചനം പറയുന്ന ദൈവത്തെ അറിയുവാൻ, ദൈവസന്നിധിയിലേക്ക് പോകുവാൻ, മുഴങ്കാലുകൾ പടക്കുവാൻ, ദൈവത്തോട് സംസാരിക്കുവാൻ, തന്റെ വചനപ്രകാരം ദൈവത്തോട് ആ വചനത്തിലൂടെ ഒന്ന് ഇടപെടുവാൻ. എത്ര പേര് അങ്ങനെ ആഗ്രഹിക്കും? കർത്താവേ, I don't want to be a person who knows a lot about God. ദൈവത്തെക്കുറിച്ച് ഒത്തിരി അറിയാം. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിലൊക്കെ let's come back to him. സമയം വേർതിരിച്ച് ദൈവസന്നിധിയിലേക്ക്, ദൈവവചനവുമായി, പ്രാർത്ഥനയോട്, ആരാധനയോടൊക്കെ ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുവാൻ, ദൈവത്തെ അറിയുവാൻ, ഉപവാസത്തോട്. Hallelujah. You cannot build a relationship with God without spending time with God. ദൈവത്തോട് സമയം ചെലവഴിക്കാതെ, ദൈവത്തിന്റെ ഹൃദയം, ദൈവത്തിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന്റെ ഹൃദയം പങ്കുവച്ചിരിക്കുന്ന ദൈവത്തിന്റെ വചനത്തോട് നാം കണക്ട് ചെയ്യാതെ നാം എങ്ങനെ ദൈവത്തെ അറിയും? ഈ ധ്യാനത്തെങ്കിലാണ് എന്ത് ചെയ്യുന്നത്? ദൈവത്തിന്റെ ആ തീ കത്തുന്നത്. ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവസന്നിധിയിലേക്ക് നടത്തി വരാം. വ്യക്തിപരമായി നമ്മുടെ രഹസ്യ സ്ഥലങ്ങളിലേക്ക്, into that inner chamber, ആ രഹസ്യ സ്ഥലങ്ങളിലേക്ക് ദൈവമായി സമയം ചെലവഴിക്കുവാൻ. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 4-ാം അതിന്റെ 6-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. എത്ര ശിഷ്യന്മാരോട് കർത്താവ് പറയുകയാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 1-ാം 18-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. The book of John chapter 1 and verse 18. No one has seen God at any time. The only begotten God who is in the bosom of the Father, he has explained him. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ, അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 5-ാം അതിന്റെ 30-ാമത്തെ വാക്യം. John chapter 5 and verse 30. എനിക്ക് സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഞാൻ കേൾക്കുന്നത് പോലെ ന്യായം വിധിക്കുന്നു. ഞാൻ എന്റെ ഇഷ്ടം അല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം അത്രേ ചെയ്യുവാൻ ഇച്ഛിക്കുന്നത്. നമ്മുടെ എന്താ കാണുന്നത്? യേശു പറയുകയാണ്, പിതാവിന്റെ മടിയിൽ ഇരുന്നവനായ, മാറിൽ ചാരിക്കടന്നവനായ യേശു പറയുകയാണ്, ഈ ഭൂമിയിലേക്ക് യേശു വരുവാൻ കാരണം, അതെ, പാപത്തിൽ കടന്ന മനുഷ്യന് വേണ്ടി രക്ഷയുടെ വലിയ പ്രവൃത്തി ക്രൂശിൽ ചെയ്തെടുക്കണം. പക്ഷെ അതിന്റെയൊക്കെ ഹൃദയത്തിന്റെ അതിന്റെ ആഴമെന്താണ്? കാരണം എന്താണ്? ഈ നല്ലവനായ പിതാവിനെ
വെളിപ്പെടുത്തണം. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിലൂടെ അല്ലാതെ പിതാവിന്റെ അടുക്കലേക്ക്. ജീസസ് ഈസ് ദ വേ ടു ദ ഫാദർ. പിതാവിലേക്ക് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി യേശു യാഗമായി തീർന്നത്, അതിന് പിന്നിൽ നമ്മുടെ പാപം ക്ഷമിച്ചു, നമുക്ക് സ്വർഗ്ഗത്തിലേക്ക് പോകാം, നമുക്ക് നിത്യജീവൻ പ്രാപിക്കാം, നമുക്ക് അനുഗ്രഹങ്ങൾ പ്രാപിക്കാം എന്നുള്ളതിനുപരിയായി ജീസസ് ഈസ് ദ വേ ടു ദ ഫാദർ. പിതാവിലേക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. That you must know the Father. പിതാവിനെ അറിയുവാൻ ദൈവരാജ്യത്തിന്റെ വാഴ്ചയിൽ നമുക്ക് മുന്നേറണമെങ്കിൽ we must know this great Father. ഈ വലിയവനായ ദൈവത്തെ നാം അറിയണം. ദൈവസ്നേഹത്താൽ നാം പിടിക്കപ്പെടണം. ദൈവസ്നേഹത്തിന്റെ ആഴത്തെ ദൈവം നമുക്ക് വേണ്ടി വെളിപ്പെടുത്തുകയാണ്. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അറിവുകളല്ല, ഒരു ദൈവിക അനുഭവത്തിലേക്ക്, എക്സ്പീരിയൻസിലേക്ക്, ദൈവിക എൻകൗണ്ടറുകളിലേക്ക്, ദൈവസ്നേഹത്തിന്റെ ഒരു ആഴം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഇടയാക്കുകയാണ്. ഈ പിതാവാം ദൈവത്തിലേക്ക് യേശു എന്തിനാ വന്നത്? പിതാവിനെ വെളിപ്പെടുത്തുവാൻ. യോഹന്നാൻ 1:18 പറയുന്നു, പിതാവിന്റെ മടിയിലിരുന്ന യേശു to demonstrate the Father, to manifest. ഇതാണ് നമ്മുടെ പിതാവ്. അതെ, വലിയവനായ ദൈവമാണ്, എൽ ശദ്ദായിയാണ്, വിശ്വസ്തനായ ദൈവമാണ്, സൈന്യങ്ങളുടെ യഹോവയാണ്. യഹോവ ഈരയായ ദൈവമാണ്, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ്. But no, he's all that, but he is our Father. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ വലിക്കുന്നത് ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളിലേക്കും, ഈ പിതാവാം സ്നേഹത്തിന്റെ, ഈ പിതാവാം ദൈവത്തിന്റെ ഹൃദയത്തെ, പിതാവാം ദൈവത്തിന്റെ ആ സ്നേഹത്തെ നാം ഒന്ന് രുചിച്ചറിഞ്ഞ് അതിനാലൊന്ന് പിടിക്കപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മെ ഏറ്റവും കൂടുതൽ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്ന ശക്തി എന്താണ്? Love is the most powerful transforming agent. Love will transform. അതുകൊണ്ട് ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളാൽ നാം ഒന്ന് പിടിക്കപ്പെടണം, ആ ഉറപ്പിനാൽ നാം ഒന്ന് പിടിക്കപ്പെടണം. ഈ ദൈവത്തെ, ഈ പിതാവാം ദൈവത്തെ നാം ഒന്ന് അറിയണം. യോഹന്നാൻ സുവിശേഷം 5:30 നാം വായിച്ചതുപോലെ, ഞാൻ സ്വയമേ എന്റെ ഇഷ്ടം ചെയ്യുവാനല്ല, പിതാവിനെ അയച്ചിരിക്കുന്നു, പിതാവിന്റെ ഹിതം നിവർത്തിക്കുവാൻ ഞാൻ വന്നിരിക്കുന്നു. Hallelujah. Jesus is the way to heaven എന്ന് മാത്രമല്ല, സ്വർഗ്ഗത്തിലേക്കുള്ള വഴിയാണ് യേശു. No, Jesus is the way to the Father and the Father's house. സ്വർഗ്ഗം എന്ന് പറഞ്ഞാൽ പിതാവ് വസിക്കുന്ന സ്ഥലമാണ്, ഭവനമാണ്. യോഹന്നാൻ സുവിശേഷം 3:16 സുപരിതമായ വാക്യം. ഹല്ലേലൂയ. ഈ പിതാവിന്റെ പ്രത്യേകത എന്താണ്? തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഹല്ലേലൂയ. Is a lover. അതെ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ്. എപ്പോഴും പരിശുദ്ധൻ 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 എന്ന് 24 മണിക്കൂർ രാവും പകലും പരിശുദ്ധനായവനാണ്. But our Father is a lover. Amen. Amen. Hallelujah. ആഴമായി സ്നേഹിക്കുന്നവനാണ്. For God so loved the world. ആ സ്നേഹത്തിലേക്കാണ് ദൈവം നമ്മെ സ്വാഗതം ചെയ്തത്. ആ സ്നേഹത്തിന്റെ ആഴം പകർച്ചകളാണ് നമ്മുടെ മധ്യത്തിലേക്ക് ഈ ഓൾട്ടറിൽ നിന്ന് ഒഴുകുന്നത്. ഈ ദിവസങ്ങളിൽ ദൈവസ്നേഹത്തിന്റെ പകർച്ചകൾ, the baptisms of God's love. Hallelujah. ഒത്തിരി തരം എൻകൗണ്ടറുകൾ പാസ്റ്റർ ജീവിതത്തിൽ പാസ്റ്റർ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ എന്നെ രൂപാന്തരപ്പെടുത്തി ശുശ്രൂഷകളിലേക്ക് പുറത്തെടുത്ത് ആത്മഹത്യയുടെ ഒക്കിൽ നിന്ന്, അനാഥത്വത്തിൽ നിന്ന് ഒരു പുത്രനാക്കി തീർത്ത ആദ്യത്തെ എന്റെ ജീവിതത്തെ വിപ്ലവകരമായ റെവല്യൂഷനൈസ് ചെയ്ത് മാറ്റിയ ആദ്യത്തെ എൻകൗണ്ടർ ആയിരുന്നു. എൻകൗണ്ടർ വിത്ത് ദ ഫാദർസ് ലവ് ത്രൂ ജീസസ് ക്രൈസ്റ്റ് ബൈ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഇന്ന് പുത്രനായ യേശുവും പരിശുദ്ധാത്മാവും കൂടി ചേർന്ന് എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ഈ പിതാവിന്റെ അടുക്കലേക്ക് നമ്മെ കൊണ്ടുപോവുകയാണ്. ഈ പിതാവിനെ അറിയുവാൻ, ഈ പിതാവിന്റെ സ്നേഹം അനുഭവിക്കാൻ, ഈ പിതാവിനെ കാണുവാൻ, ഈ പിതാവിന്റെ ഹൃദയം അറിയുവാൻ, ഈ പിതാവിന്റെ ഹൃദയത്തിന്റെ തുടുപ്പ്, ആ ചങ്കൊന്ന് മനസ്സിലാക്കുവാൻ. To know the Father. Hallelujah. Jesus is the way to the Father and the Holy Spirit is the one. പരിശുദ്ധാത്മാവാണ് ഈ പിതാവിനെ നമുക്ക് ആഴമായി ആ സ്നേഹത്തിന്റെ ആഴങ്ങൾ പരിചയപ്പെടുത്തി തരുന്നത്. For God so loved the world. ലോകത്തെ ദൈവം അത്രമാത്രം സ്നേഹിച്ചു. God loves us. ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴങ്ങളാൽ നമുക്കൊന്ന് പിടിക്കപ്പെടാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അപകർഷതാ ബോധങ്ങളൊക്കെ മാറട്ടെ, നമ്മുടെ ഇൻസെക്യൂരിറ്റികൾ മാറട്ടെ, നമ്മുടെ ഭയം മാറട്ടെ, നമ്മുടെ ഭാവിയെ കുറിച്ചുള്ള ആകുലതകൾ മാറട്ടെ. For God so loved the world. ദൈവം നമ്മളെ ആഴമായി സ്നേഹിക്കുന്നു. 1 യോഹന്നാൻ 3:1 അതിന്റെ 1-2 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. സ്നേഹത്തിന്റെ അപ്പോസ്തലൻ എന്നറിയപ്പെടുന്ന the apostle of love. യേശു ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ശിഷ്യൻ, അല്ലെങ്കിൽ അങ്ങനെ പേര് വീണ യോഹന്നാൻ അപ്പോസ്തലന്റെ വാക്കുകൾ, he was a man of love, he was an apostle of love. സ്നേഹത്താൽ പിടിക്കപ്പെട്ട, സ്നേഹത്തിന്റെ ആഴത്താൽ സ്പർശിക്കപ്പെട്ട ഒരു അപ്പോസ്തലനായിരുന്നു യോഹന്നാൻ അപ്പോസ്തലൻ. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ, കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ഈ ദിവസങ്ങളൊക്കെ ആ സ്നേഹത്തിന്റെ ആഴത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ കൊണ്ടുപോയി. Behold what manner of love the Father has bestowed. അത് യേശു നമ്മെ സ്നേഹിക്കുന്നു, പരിശുദ്ധാത്മാവ് നമ്മെ സ്നേഹിക്കുന്നു. പക്ഷേ the source, അതിന്റെ ആരംഭം പിതാവിലാണ്. He is the one who decided to love you and me. പാപത്തിൽ കടന്ന് നമ്മെ വീണ്ടെടുക്കുവാൻ, അനാഥത്വത്തിൽ, അടിമത്വത്തിൽ പാപികളായ, ദൈവത്തോട് ശത്രുക്കളായ, മർദ്ദനികളായ നമ്മെ ചേർക്കുവാൻ was the heart of the Father. Hallelujah. കാൺമീൻ,
നാം ദൈവമക്കൾ എന്ന് വിളിക്കുവാൻ എത്ര എത്ര വലിയ സ്നേഹം. എത്ര വലിയ സ്നേഹം. എഫേസ്യർക്ക് ലേഖനം 2-ാം വാക്യങ്ങൾ. കരുണാസമ്പന്നനായ ദൈവം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം. പൗലോസ് അപ്പോസ്തലൻ ദൈവസഭയെ മുടിച്ചവനാണ്, യേശുവിന് വിരോധമായി പ്രവർത്തിച്ചവനാണ്. പക്ഷെ ദൈവത്തിന്റെ കൃപയാൽ, ദൈവത്തിന്റെ കരുണയാൽ, പിതാവാം ദൈവത്തിന്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ട ഒരു അപ്പോസ്തലൻ. അതുകൊണ്ട് എഫേസ്യ ലേഖനത്തിൽ നമുക്ക് വീണ്ടും 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 പിതാവിനെ കുറിച്ചും, പിതാവാം ദൈവത്തെ കുറിച്ചും, പിതാവാം ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴത്തെ കുറിച്ചും, പുത്രത്വത്തിന്റെ ആഴത്തെ കുറിച്ചും, ആത്മാവിനെ കുറിച്ചും ഒക്കെ പരിശുദ്ധാത്മാവ് പൗലോസ് അപ്പോസ്തലന് വെളിപ്പാട് കൊടുക്കുകയാണ്. This father is a great father. He's a good father. He's a perfect father. ഈ വലിയവനായ ദൈവം വലിയ ദൈവമാണ്. He's a great father. He's a good father. He's a perfect father. He's a loving father. He's an extravagantly gracious father. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ സ്നേഹത്തിന്റെ പകർച്ചകൾ അനുഭവമായി പിതാവാം ദൈവത്തെക്കുറിച്ച് ഒത്തിരി അറിയാം എന്ന് മാത്രമല്ല, അനുഭവത്തിൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു പകൽക്കാലമായി, ഒരു സമയമായി ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളാൽ പിടിക്കപ്പെടുന്ന, സ്പർശിക്കപ്പെടുന്ന, അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു ഉറപ്പും ധൈര്യവും കരുത്തും ഒരു സെക്യൂരിറ്റിയും. ആമേൻ. എഫേസ്യർക്ക് ലേഖനം 1-5 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. The book of Ephesians chapter 1 verse 3-5. Blessed be the God and Father of our Lord Jesus Christ, who has blessed us with all spiritual blessing in the heavenly places in Christ Jesus. സ്വർഗ്ഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. പൗലോസ് അപ്പോസ്തലൻ യേശുവിനെ അറിഞ്ഞു, യേശുവിന്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ടു, പരിശുദ്ധാത്മാവിന്റെ ആ പവർ അനുഭവിച്ചു. പക്ഷേ പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് എന്താ? പിതാവാം ദൈവത്തിലേക്ക് നമ്മെ കൊണ്ടുപോവുകയാണ്. ദൈവത്തിന്റെ ഹൃദയത്തിലേക്കും, ദൈവത്തിന്റെ സ്നേഹത്തിലേക്കും, ഈ പിതാവാം സ്നേഹത്തിന്റെ മഹത്വത്തിലേക്കും, into the Father's heart and will. Blessed be the God and Father of our Lord Jesus Christ, who has blessed us. ക്രിസ്തു യേശുവിൽ നമ്മെ അനുഗ്രഹിക്കുന്ന പിതാവ്, സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മെ അനുഗ്രഹിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്ന നല്ലവനായ ഒരു പിതാവ്. എനിക്ക് നല്ല ഒരു പിതാവാണ്. I have a great father. I have a good father. I have a gracious father. I have a loving father. Amen. Praise God. റോമർക്കെഴുതിയ ലേഖനം 8-ാം അതിന്റെ 15-ാം വാക്യത്തിലേക്ക് വരികയാണ്. നമ്മുടെ അടിമത്വം മാറ്റി, നമ്മുടെ ഭയം മാറ്റി, അടിമകളായിരിക്കുന്ന ദാസ്യത്വത്തിന്റെ ആത്മാവിന്റെ അവസ്ഥകളെ മാറ്റി പുത്രത്വത്തിന്റെ ആത്മാവിനെ നൽകിയ ആ ഭാഗത്തേക്ക് നമുക്കൊന്ന് വരാം. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല. ദാസ്യത്വത്തിന്റെ എന്താ? ഭയം എന്താ കൊണ്ടുവരുന്നത്? ഈ ദാസ്യത്വത്തിന്റെ ആത്മാവ് എന്താ കൊണ്ടുവരുന്നത്? ഭയം കൊണ്ടുവരുന്നു. നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നു. നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ നാം പ്രാപിച്ചത്. Yes. നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും, നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. നമ്മുടെ ആത്മാവിനോട് ദൈവത്തിന്റെ ആത്മാവ് സാക്ഷ്യം പറയുന്നു. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. നാം അവകാശികളുമാകുന്നു. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ട അവകാശികളും തന്നെ. കർത്താവിനെ ഉപദ്രവിച്ച, ദൈവസഭയെ മുടിച്ചവനായ, യേശുവിനെ അറിയുന്ന ജനത്തെ ക്രൂരമായി പീഡിപ്പിച്ച പൗലോസ് അപ്പോസ്തലന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നൽകിയ വെളിപ്പാടുകളാണ്. നീ ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല, ഒരു ദാസന്റെ ആത്മാവിനെ അല്ല. ദൈവം മഹാരാജാവായിരിക്കുന്ന ആ കൊട്ടാരത്തിന്റെ വെളിയിലായിരുന്നു നാം, അവിടുത്തെ ദാസന്മാരായിരുന്നു. പക്ഷെ എന്താ ദൈവം ചെയ്തത്? ഈ വലിയവനായ ദൈവം, പിതാവാം ദൈവം എന്നാ ചെയ്തത്? തന്റെ പുത്രനിലൂടെ. കൊട്ടാരത്തിന്റെ പുറത്തായിരുന്നവരായ, ദാസ്യത്വത്തിലും ഭയത്തിലും യഹൂദന്മാരോടുള്ള ബന്ധത്തിൽ പൗലോസ് അപ്പോസ്തലൻ അവർക്ക് ആ വെളിപ്പാട് നൽകുവാനാണ്. പഴയ നിയമത്തിൽ ന്യായപ്രമാണം കൊടുത്തപ്പോൾ ന്യായപ്രമാണം ദൈവത്തിന്റെ സ്റ്റാൻഡേർഡുകളെ, ദൈവത്തിന്റെ കൽപ്പനകളെ, ദൈവത്തിന്റെ റിക്വയർമെന്റ്സിനെ കാണിക്കുന്നത്. അപ്പോൾ ന്യായപ്രമാണത്തിന് നമ്മെ ഒരിക്കലും ദൈവത്തിന്റെ അടുക്കലേക്ക് നമ്മെ നീതീകരിക്കുവാനോ അടുപ്പിക്കുവാനോ കഴിയുകയില്ല. അവിടെ എപ്പോഴും നാം തികഞ്ഞിട്ടില്ല, നമുക്ക് കുറവുണ്ട്, നാം പോരാ, വേണ്ടിയതുപോലൊന്നും നമ്മൾ ആയിട്ടില്ലെന്നേ. ന്യായപ്രമാണം എപ്പോഴും നമ്മുടെ കുറവുകളെ ചൂണ്ടിക്കാണിക്കും. ന്യായപ്രമാണം എപ്പോഴും നമ്മൾ എത്രമാത്രം കൊള്ളാത്തവരാണ്, പോരായ്മ ഉള്ളവരാണ്. നീ മാറണം, നീ രൂപാന്തരപ്പെടണം, നീ ചേഞ്ച് ആകണം. Not worthy, guilty, 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 worthless, worthless. ഒന്നിനും കൊള്ളാത്തവരാണ്, പാപികളാണ്. ആ ദാസത്വമായിരുന്നു, ആ അടിമത്വമായിരുന്നു, ആ ഭയമായിരുന്നു. പോരാ, തികഞ്ഞിട്ടില്ല. അതെ, ന്യായപ്രമാണം നൽകിയതും ദൈവം തന്നെയാണ്. പക്ഷെ അതിലൂടെ ദൈവത്തിന്റെ ഹൃദയമായിരുന്നു. ദാസ്യത്വത്തിന്റെ ആത്മാവും ഭയത്തിന്റെ ആത്മാവും അടുത്തുകൂടാതെ വെളിച്ചത്തിൽ വസിക്കുന്ന വലിയവനായ നല്ലവനായ ദൈവത്തിന്റെ അടുക്കിലേക്ക് വരുവാൻ നീ കൊട്ടാരത്തിന്റെ പുറത്ത് അലഞ്ഞു തിരിഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല. അയ്യോ, ഞാൻ ഒന്നിനും കൊള്ളത്തില്ലല്ലോ, എനിക്ക് പറ്റത്തില്ലല്ലോ, ഹല്ലേലൂയ, എന്നെ ആർക്കും ഇഷ്ടമല്ലല്ലോ എന്നുള്ള അനാഥത്വത്തിൽ. ഹല്ലേലൂയ. എന്താ ഈ വലിയവനായ ദൈവം ചെയ്തത്? തന്റെ പുത്രന്റെ യാഗത്തിലൂടെ, യേശുവിന്റെ യാഗത്തിലൂടെ, ക്രൂശമരണത്തിലൂടെ, അവസാനത്തോടെ നമുക്ക് വേണ്ടി ചെയ്തതിലൂടെ എന്താ ദൈവം ചെയ്യുന്നത്? ഈ വലിയവനായ ദൈവം എന്താ ചെയ്യുന്നത്? നമ്മെ ദത്തെടുക്കുകയാണ്. എഫേസ്യർക്ക് 1-ാം 5-ാം വാക്യം പറയുന്നത്, യേശുവിലൂടെ ദൈവം എന്ത് ചെയ്തു? നമ്മെ ദത്തെടുത്തു. പൗലോസ് അപ്പോസ്തലൻ എഴുതുമ്പോൾ റോമാ സാമ്രാജ്യത്തിൽ ദത്തെടുക്കുക എന്ന് പറയുമ്പോൾ, അഡോപ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഭയങ്കര പ്രസക്തിയുള്ളതാണ്.
റോമ സാമ്രാജ്യത്തിൽ ഒരു മാതാവിനും പിതാവിനും ജനിച്ച് തന്റെ കുഞ്ഞുങ്ങളെ വേണമെങ്കിൽ അവകാശത്തിൽ നിന്ന് കട്ട് ചെയ്യാം, ഡിസ്ഇൻഹെറിറ്റ് ചെയ്യാം. അവർ നല്ലോണം നടന്നില്ല എങ്കിൽ, നല്ലോണം പ്രവർത്തിച്ചില്ല എങ്കിൽ, സ്തോത്രം, അപ്പനും അമ്മയും തീരുമാനിക്കുകയാണ് ഇവൻ ഞങ്ങളുടെ അവകാശി ആകെയില്ല എന്ന് പറഞ്ഞ് ക്യാൻസൽ ചെയ്ത് കട്ടായി അവനെ പുറത്താക്കാം. പക്ഷേ മകനും മകളും അല്ലാത്തൊരു വ്യക്തിയെ, ഒരു കുഞ്ഞിനെ ദത്തെടുത്താൽ, അഡോപ്റ്റ് ചെയ്താൽ, ഒരു മകനും മകളുടെയും പദവി കൊടുത്താൽ, പിന്നെ ഒരു കാരണവശാലും ആ കുഞ്ഞിനെ ഉപേക്ഷിക്കുവാൻ കഴിയുകയില്ല. തനിക്ക് ജനിച്ച കുഞ്ഞുങ്ങളെ പോലെ ആ പദവിയും ആ അധികാരവും ആ അവകാശവും ദത്തെടുത്ത കുഞ്ഞിന് കൊടുക്കണമെന്ന നിയമമാണ്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പിതാവാം ദൈവത്തിന്റെ ഹൃദയത്തിലുണ്ടായിരിക്കുന്ന ആഴമായ ആ വെളിപ്പാടുകൾ പ്രാപിക്കുകയാണ്. വലിയ ദൈവരാജ്യത്തിൽ, വലിയ സിംഹാസനത്തിന്റെ ചുറ്റിൽ, കൊട്ടാരത്തിൽ, അതിന്റെ പുറത്തായിരുന്ന അനാഥരായിരുന്ന, പാപത്തിൽ അനാഥത്വത്തിലായിരുന്ന, മർദ്ദലികളായി ദൈവത്തിന് വിരോധമായി പ്രവർത്തിച്ച് അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന ദുഷ്ടാത്മാവിന്റെ അധീനതയിലായി ദൈവത്തിന്റെ ഹൃദയത്തെ എപ്പോഴും മുറിവേൽപ്പിക്കുന്ന അടിമകളായ, അനാഥരായ ഡൂലിയോസ്, അടിമത്തത്തിൽ നുകത്തിൻ കീഴിൽ, പൈശാചിക നുകത്തിൻ കീഴിൽ കിടന്ന ഡൂലിയോസ് ആയ നമ്മെ ഈ ദൈവം അങ്ങ് തീരുമാനിക്കുകയാണ്. കൊട്ടാരത്തിൽ നിന്ന് പുറത്തായവനെ, എന്റെ പുത്രനായ യേശുവിന്, എന്റെ മകനായ യേശുവിന് ഞാൻ കൊടുത്തിരിക്കുന്ന ആ സ്ഥാനം, ആ തുല്യ അവകാശം, ഹല്ലേലൂയ, അതെ, അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ പുത്രത്വത്തിന്റെ ആത്മാവിനെ ദൈവം നൽകുകയാണ്. ഭയം മാറ്റുകയാണ്. അതെ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ്, പരിശുദ്ധനാണ്, സൈന്യങ്ങളുടെ യഹോവയാണ്. ഭയം കൂടാതെ ഈ പിതാവാം ദൈവത്തിന്റെ അടുക്കലേക്ക് വരുവാൻ നീ പോരാ. നിനക്ക് കുറവുണ്ട്, അങ്ങോട്ട് നീങ്ങി നിൽക്ക്, അങ്ങോട്ട് മാറി നിൽക്ക്, അത് തുടരുത്. ഈ അവകാശത്തിൽ നിനക്കൊരു പങ്കുമില്ല. അല്ല, പുത്രന്മാരും പുത്രിമാരായി തന്റെ ആദ്യപുത്രനായ യേശുവിനെ ആ ബഹുമാനം കൊടുക്കുന്ന പോലെ, ആ മാന്യത കൊടുക്കുന്ന പോലെ, ആ സ്നേഹം കൊടുക്കുന്ന പോലെ, അവകാശം കൊടുക്കുന്ന പോലെ ഭയത്തിന്റെയും ദാസ്യത്വത്തിന്റെയും അടിമത്വത്തിന്റെയും ആത്മാവിനെ മാറ്റി. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന്റെ 15-16 വാക്യം വീണ്ടും ഒന്ന് വായിച്ചു കേൾക്കാം. ഹല്ലേലൂയ. We have been given the spirit of sonship. ഹല്ലേലൂയ. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചു. ഹല്ലേലൂയ. നമുക്ക് പേടിയാ, നമുക്ക് ഭയമാ, നമ്മൾ തികഞ്ഞിട്ടില്ല, അയ്യോ നമുക്ക് കുറവുണ്ട്, നമ്മൾ മാറി മാറി നിൽക്കും. പക്ഷെ മാറി നിൽക്കുന്ന അനാഥത്വത്തിൽ നിന്ന് നമ്മെ വീണ്ടും പുത്രത്വത്തിലേക്ക്, ദൈവത്തിന്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലുവാൻ ഭയം കൂടാതെ, അപ്പാ, ഒരു പ്രിൻസിപ്പലിന്റെ മുറിയിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു എച്ച്ഒഡിയുടെ മുറിയിൽ പോകുമ്പോൾ ഭയപ്പെടി, എപ്പോഴായിരിക്കും എനിക്ക് അടുത്ത അടി കിട്ടുന്നത്, എപ്പോഴായിരിക്കും എനിക്ക് അടുത്ത വഴക്ക് കിട്ടുന്നത്, എപ്പോഴായിരിക്കും എന്റെ കുറവ് ചൂണ്ടി എന്നോട് ശകാരിച്ച് ആ കണ്ണൊക്കെ മുഴപ്പിച്ച് നോക്കി എന്നെ ഭയപ്പെടുത്തുന്നത്. ഈ വലിയവനായ ദൈവത്തിന്റെ അടുക്കലേക്ക്, ഈ സ്നേഹവനായ ദൈവത്തിന്റെ അടുക്കലേക്ക് യേശു പറയുക, അനാഥത്വത്തിൽ, അടിമത്തത്തിൽ, പാപത്തിൽ വഞ്ചിക്കപ്പെട്ട് നമ്മെ ഓരോരുത്തരെയും ദൈവത്തിന്റെ അടുക്കലേക്ക്. He's a loving father. He's a loving father. ഫോർമലായി പാട്രിയ, ഫാദർ എന്ന് വിളിക്കാം. പക്ഷെ എന്താ ഇവിടെ ചെയ്യുന്നത്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ ആക്കി വെച്ച്, നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിനോട് പറയുക, അജിത്തേ, ഈ വലിയവനായ ദൈവം നിന്റെ പിതാവാണ്. He is your father. He is your father. You don't just address him father. പിതാവേ എന്ന് മാത്രമല്ല, സ്നേഹം കൊണ്ട് നീ ഒന്ന് വിളിക്കുക, നീ ഒന്ന് വിളിക്കുക. He is your father. അറിയാം നിന്റെ ഇൻസെക്യൂരിറ്റി, എനിക്കറിയാം, നിനക്ക് യോഗ്യതയില്ലെന്ന് അറിയാം, നിനക്ക് പോരാ, നീ ആയിട്ടില്ല അറിയാം. പക്ഷെ അജിത്, he is your father. He is your father. അതുകൊണ്ട് സ്നേഹത്തോടെ അബ്ബാ 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 എന്ന് ഈ ദൈവത്തെ വിളിക്കുവാൻ, സ്നേഹിക്കുവാൻ, ആ സ്നേഹം അനുഭവിക്കുവാൻ, ആ സ്നേഹത്തിന്റെ ആഴം ഒന്ന് നമ്മുടെ ജീവിതത്തിൽ ആ സെക്യൂരിറ്റിയിലേക്ക് നമ്മളൊന്ന് വരുവാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തിന്റെ അടുക്കലേക്ക്, പിതാവാം ദൈവത്തിന്റെ അടുക്കലേക്ക് വരുമ്പോൾ ആ ഒരു വേണ്ടാത്ത ഭയം വേണ്ട, നല്ല ഒരു ദൈവഭയം നമുക്ക് വേണം. പക്ഷെ വേണ്ടാത്ത, അയ്യോ ദൈവനെ കൊന്നുകളയുമല്ലോ, ദൈവനെ വിധിച്ചളയുമല്ലോ, ദൈവനെ അടിച്ചളയുമല്ലോ, ഞാൻ പോരാലോ എന്നുള്ള പേടിയുടെ ദാസ്യത്വത്തിന്റെ ആത്മാവിനെ, അടിമത്തത്തിന്റെ, ഡൂലിയോസ്, ബോണ്ടേജ്, സ്ലേവ് എന്ന് പറയുമ്പോൾ, സോ ഫ്രം സ്ലേവറി ടു സൺഷിപ്പ്, നമ്മെ അടിമത്തത്തിൽ നിന്ന്, അടിമകളായ നമ്മെ ദൈവം പുത്രത്വത്തിലേക്ക്, ആ കാലം വരും നമുക്കൊന്ന് പറയാം, അടിമത്തത്തിൽ നിന്ന് നമ്മെ പുത്രത്വത്തിലേക്ക്, ഫ്രം ബീങ് സ്ലേവ്സ് ടു സൺസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ മക്കളായി, ഫ്രം ഡൂലിയോ ടു ഹുയോതീസ്, ദൈവത്തിന്റെ ഒരു പക്വത പ്രാപിച്ച ഒരു മകനാക്കി ദൈവനെ രൂപാന്തരപ്പെടുത്തുക. ദൈവത്തിന്റെ മഹാസ്നേഹത്തിനായി നമുക്ക് ദൈവത്തെ നന്ദി പറയാം. അപ്പോൾ യേശു ആരാണ്? പിതാവിലേക്കുള്ള വഴിയാണ്. ക്രൂശിൽ ആ പ്രവൃത്തി ചെയ്തെടുത്ത് പിതാവിന്റെ അടുക്കലേക്ക് അനാഥരായ നമ്മെ അടുപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് എന്താ ചെയ്യുന്നത്? നമ്മുടെ ഉള്ളിൽ നമ്മൾക്ക് ആ ബോധ്യം നൽകുകയാണ്, ആ ഉറപ്പ് നൽകുകയാണ്, നമ്മോട് സാക്ഷ്യം പറയുകയാണ്. He is bearing witness inside of our hearts that God is your father. Hallelujah. Hallelujah. 17-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. Yes. നാം മക്കളെങ്കിലോ എന്ന് പറഞ്ഞ്, ഞാനൊരു മകനാണ്, ഞാൻ ദൈവത്തിന്റെ മകനാണ്. ഞാനൊരു അടിമയല്ല, ഞാനൊരു അനാഥനല്ല, ദൈവത്തിന്റെ അവകാശത്തിന് ഞാൻ അന്യനല്ല. I am not
not a beggar in the palace. പലപ്പോഴും നമ്മൾ പുറത്തായിരുന്നു, നമ്മൾ അനാഥരായിരുന്നു, കൊട്ടാരത്തിനകത്ത് നമുക്ക് പ്രവേശനമില്ലായിരുന്നു, നോ എൻട്രി ആയിരുന്നു. പക്ഷെ ദൈവം നമ്മളെ കൊട്ടാരത്തിന്റെ ഉള്ളിലാക്കി അവിടുത്തെ വേലക്കാരല്ല, അവിടുത്തെ മക്കളായി പിതാവാം ദൈവം ഇരിക്കുന്ന ആ മേശയിൽ തന്നെ നമ്മെ ചേർത്ത് നമ്മെ കൂട്ടിയിരുത്തിയിരിക്കുകയാണ്. ഒരു ചെയറിൽ പിതാവാം ദൈവം ഇരിക്കുന്നു, വേറൊരു ചെയറിൽ യേശു ഇരിക്കുന്നു, ബാക്കി ചെയറുകളിൽ ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാർക്കും ഇരിക്കുവാനുള്ള ചെയറുകളാണ്. ആ കൊട്ടാരത്തിലുള്ളത് അല്ല, അപ്പ എനിക്കത് എടുക്കാമോ, അപ്പാ എനിക്കത് തരുമോ, അപ്പാ എന്നോട് കണ്ണു തോന്നുമോ, അപ്പാ എനിക്കിത്. നാം പുത്രത്വത്തിൽ വളരുന്നതനുസരിച്ച്, നാം ഈ നല്ല പിതാവിനെ അറിയുന്നതനുസരിച്ച്, പിതാവിന്റെ സ്നേഹത്താൽ പിടിക്കപ്പെടുന്നതനുസരിച്ച് കൊട്ടാരത്തിലുള്ള അനുഗ്രഹങ്ങളെല്ലാം, കൊട്ടാരത്തിലുള്ള സമ്പത്തും നന്മയെല്ലാം മക്കളെ അത് നിങ്ങൾക്കുള്ളതാ. അത് നിങ്ങൾക്കുള്ളതാ. അത് ഈ കൊട്ടാരത്തിലുള്ള ദൈവരാജ്യത്തിന്റെ ഈ കൊട്ടാരത്തിൽ ഈ രാജ്യത്തിലുള്ള എല്ലാ നന്മകളും അവകാശങ്ങളും നിങ്ങൾക്കുള്ളതാ. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണ്ട? നിങ്ങൾ കെഞ്ചേണ്ട ആവശ്യമില്ല. അനാഥരെ പോലെ നിങ്ങൾ സ്വന്തം തരുമോ, ദൈവം തരുമോ 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 എന്ന് നമ്മൾ എന്ത് ചെയ്യണ്ട? ഒരു ഭിക്ഷക്കാരൻ യാചിക്കുന്ന പോലെ യാചിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പുത്രത്വത്തിൽ വളരുമ്പോൾ പിതാവിന്റെ ഹൃദയവും ഇഷ്ടവും അറിഞ്ഞ് ആ ദൈവത്തിന്റെ ഹൃദയത്തെ തിരിച്ചറിയുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ ആ കൊട്ടാരത്തിൽ ഉള്ള സകല നന്മകളും അവകാശങ്ങളും ദൈവമഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുവാനുള്ള സ്വാതന്ത്ര്യവും അധികാരവും ദൈവം നമുക്ക് നൽകുകയാണ്. 17-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. യെസ്, മക്കളെങ്കിലോ, യെസ്, നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. മക്കളെങ്കിലോ, നാം ദൈവത്തിന്റെ മക്കളെങ്കിലോ. നമുക്ക് പറയാം, ഞാനൊരു അവകാശിയാണ്. ഞാനൊരു അവകാശിയാണ്. ആരുടെ അവകാശിയാണ്? ദൈവത്തിന്റെ അവകാശിയും ക്രിസ്തുവിന് കൂട്ടവകാശികളും. വെളിപ്പാടുകളാൽ നമ്മുടെ ഹൃദയം ഒന്ന് പിടിക്കപ്പെടട്ടെ. ഞാനൊരു അടിമ അല്ല, ഞാനൊരു അനാഥനല്ല, ഞാനൊരു പുത്രനാണ്, ഞാനൊരു പുത്രിയാണ്, ഞാൻ ദൈവത്തിന്റെ അവകാശിയാണ്. I am inheritor of God and a joint ruler with Christ. Amen. Hallelujah. ഞാൻ ദൈവത്തിന്റെ അവകാശിയാണ്. ദൈവത്തിന്റെ അനുഗ്രഹങ്ങളുടെയും നന്മകളുടെയും ദൈവം വെച്ചിരിക്കുന്ന സകല ഉറവുകളുടെയും അവകാശിയാണ്. അവകാശിയാണ്. ഒന്ന് ഉറപ്പോടെ ധൈര്യത്തോടെ നമുക്ക് പറയാം, ഞാനൊരു അവകാശിയാണ്. ഞാനൊരു അവകാശിയാണ്. ഞാൻ അവകാശി മാത്രമല്ല, ഞാനൊരു കൂട്ടവകാശി കൂടിയാണ്. I have a joint heir with Christ. ഭയങ്കര വെളിപ്പാട്. എന്താണ് ഈ കൂട്ടവകാശി എന്ന് പറഞ്ഞാൽ? തുല്യ അവകാശം. തുല്യ അവകാശം. എന്തൊക്കെ ദൈവം യേശുവിന് വേണ്ടി അവകാശമായി കൊടുത്തിട്ടുണ്ടോ, whatever Christ inherits, നമുക്കറിയാം പിതാവാം ദൈവം തന്റെ പുത്രനായ യേശുവിന് സകലതും ദൈവം ഏൽപ്പിച്ചിരിക്കുകയാണ്. God has given everything into the hand of the Son. പുത്രന്റെ കയ്യിലേക്ക്, യേശുവിന്റെ കയ്യിലേക്ക് ദൈവം സകലതും ഏൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ കൂട്ടവകാശി എന്ന് പറയുമ്പോൾ യേശുവിന് ദൈവം കൊടുത്തത്, പിതാവാം ദൈവം യേശുവിന് കൊടുത്തത് അതിന്റെ പകുതി അവകാശമല്ല, കാലാവകാശമല്ല, അത് ലേശമായിട്ടുള്ളതല്ല. It's a total inheritance. It's a complete inheritance. അതിനെ ഫ്രാഗ്മെന്റ് ചെയ്ത് ഫ്രാക്ഷൻ ചെയ്യാതെ പൂർണ്ണ അവകാശം. എങ്ങനെ പിതാവാം ദൈവം യേശുവിനെ സകലത്തിനും അധികാരിയായി അവകാശിയായി വെച്ചിരിക്കുന്നുവോ, അതുപോലെ തന്നെ ദൈവം എന്നെയും, പുത്രനായ എന്നെയും, പുത്രനായ നിങ്ങളെയും ദൈവം സകലത്തിനും. നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകളൊന്ന് തുറന്നു വരട്ടെ. ഈ വലിയവനായ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴങ്ങൾ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളത്തിലേക്ക് ഒന്ന് പകരപ്പെടട്ടെ. ഞാനൊരു അവകാശിയാണ്, ഞാനൊരു പുത്രനാണ്. ഞാൻ പുത്രനെങ്കിൽ ഞാനൊരു അവകാശിയാണ്, ദൈവത്തിന്റെ അവകാശിയും, ഞാൻ ദൈവത്തിന്റെ കൂട്ടവകാശിയുമാണ്. എനിക്ക് ഭയം വേണ്ട. പിതാവാം ദൈവത്തിന്റെ അടുക്കലേക്ക് ആ ദാസ്യത്വത്തിന്റെ ഭയം വേണ്ട, ബഹുമാനത്തിന്റെ ഭയം വേണം. അതെ, പിതാവാം ദൈവം സ്വത്രം നമുക്ക് തോന്നിവാസത്തിൽ ജീവിക്കാമെന്നാണോ? അല്ല. ഈ കൊട്ടാരത്തിൽ ചിട്ടകളുണ്ട്, കൊട്ടാരത്തിൽ പ്രമാണങ്ങളുണ്ട്, അവിടുത്തെ സ്റ്റാൻഡേർഡുകളുണ്ട്, അവിടുത്തെ സ്വത്രം ഒരു ജീവിത കൾച്ചറുണ്ട്. അതനുസരിച്ച് ഈ പിതാവാം ദൈവം, പുത്രനാം ദൈവം, പരിശുദ്ധാത്മാം ദൈവം നമ്മെ ട്രെയിൻ ചെയ്തെടുക്കും. പക്ഷെ സ്നേഹത്തെ കുറിച്ച് നമുക്ക് സംശയം വേണ്ട. നമ്മെ കൈവിടുന്ന ദൈവമല്ല, നമ്മെ വഴിയിൽ ഉപേക്ഷിക്കുന്ന ദൈവമല്ല, നമ്മെ അനാഥരായി വിട്ടുകളയുന്ന ദൈവമല്ല. God is a good father. We are not orphans. അതെ, എന്റെ കുറവോടെ, എന്റെ അപൂർണതയോടെ എന്നെ ചേർത്ത് പിടിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന, എന്നെ ആലിംഗനം ചെയ്യുന്ന, എന്റെ അവസ്ഥകളെ നന്നായി അറിഞ്ഞ് എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ്. എന്നെ സ്നേഹിച്ച് എന്നിൽ പ്രവർത്തിക്കുന്ന, എന്നെ രൂപാന്തരപ്പെടുത്തുന്ന, എന്നെ വിശുദ്ധീകരിക്കുന്ന, തനിക്ക് ബോധ്യമാകുന്ന ഒരു മണവാട്ടിയായി എന്നെ വിശുദ്ധീകരിക്കുന്ന ഒരു പിതാവാം ദൈവമാണ്. യേശുവിന്റെ സ്നേഹമാണ്. ഹല്ലേലൂയ. പ്രൈസ് ബി ടു ഗോഡ്. എഫേസ്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യം അപ്പോസ്തലിക പ്രാർത്ഥനയാണ്. പൗലോസ് അപ്പോസ്തലൻ എഫേസ്യ സഭാ മക്കളോട് പ്രാർത്ഥിക്കുകയാണ്. എഫേസ്യ സഭാ മക്കൾക്ക് വേണ്ടിയുള്ള, താൻ നട്ട, താൻ വളർത്തിയ തന്റെ ആത്മീയ മക്കൾക്ക് വേണ്ടിയുള്ള ദൈവത്തോടുള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയുടെ ആഴം അതൊരു 6 പോയിന്റ് പ്രാർത്ഥനയാണ്. അതിന്റെ ആഴങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ this is an apostolic prayer. പൗലോസ് അപ്പോസ്തലൻ എന്താ പ്രാർത്ഥിക്കുന്നത്? എന്താണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്? യെസ്, അത് നിമിത്തം ഞാൻ സ്വർഗ്ഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. പൗലോസ് അപ്പോസ്തലൻ പിതാവാം ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് താൻ പറയുക. ഈ വലിയവനായ, നല്ലവനായ, അപൂർണതകളില്ലാത്ത So I kneel humbly in awe before the Father of our Lord. യേശുവിന്റെ പിതാവ്. പിതാവ്, പുത്ര, പരിശുദ്ധ തുല്യരാണ്. പക്ഷെ അവിടെയും പിതാവാം ദൈവം. So I kneel humbly in awe before the Father of our Lord Jesus, the Messiah, the perfect Father of every father and child in heaven and earth. ഭൂമിയിലും സ്വർഗത്തിലും പേർ വിളിക്കുവാൻ കാരണമായിരിക്കുന്ന ഏതെങ്കിലും ഒരു അപ്പനുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു കുടുംബം ഉണ്ടെങ്കിൽ അവരുടെ എല്ലാം അപ്പനാണ്,
പിതാവാണ് ഈ വലിയവനായ അപൂർണതയില്ലാത്ത പൂർണ്ണനായ ഈ ദൈവം. പൗലോസ് അപ്പോസ്തലൻ പറയുക, ഈ വലിയവനായ നല്ലവനായ അപൂർണതകളില്ലാത്ത ഈ പിതാവിന്റെ മുമ്പിൽ ഞാൻ മുട്ട് മടക്കുകയാണ്. 6 പോയിന്റുകളാണ്. ഇറ്റ്സ് എ 6 pointed prayer. 6 പോയിന്റുകളാണ് പൗലോസ് അപ്പോസ്തലൻ ഈ സഭാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. പെട്ടെന്ന് നമുക്ക് ഓടിച്ചു നോക്കാം എന്താണത്. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം, മഹത്വത്തിന്റെ ധനത്തിന് തക്കവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച്. മക്കളെ, ഈ നമ്മൾ അനാഥരല്ല, അടിമകളല്ല, കൊട്ടാരത്തിന്റെ പുറത്തല്ല, കൊട്ടാരത്തിന്റെ ഉള്ളിലുള്ള വേലക്കാരുമല്ല, കൊട്ടാരത്തിന്റെ ഉള്ളിലുള്ള മക്കളാണ്, പുത്രന്മാരാണ്, പുത്രിമാരാണ്. നീ ഭയം വേണ്ട. ദൈവത്തിന്റെ ഈ നല്ലവനായ പിതാവിന്റെ ഹൃദയം മനസ്സിലാക്കി, സംസ്കാരം മനസ്സിലാക്കി, ഹൃദയത്തിന്റെ ചിന്തകൾ മനസ്സിലാക്കി, ഹൃദയത്തിന്റെ തുടിപ്പനുസരിച്ച് അതുപോലെ നിങ്ങളെ തന്നെ ഒന്ന് സമർപ്പിക്കുക, ഏൽപ്പിക്കുക. നിങ്ങളൊന്ന് വളരുക, നിങ്ങൾ പക്വതയിലേക്ക് നിങ്ങളൊന്ന് കാലെടുത്ത് വെക്കുക. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുക, ഈ വലിയവനായ ഈ മഹത്വത്തിൽ വസിക്കുന്ന ഈ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ദൈവമേ എന്താ ചെയ്യേണ്ടത്? ഈ മനുഷ്യരുടെ, ഈ മക്കളുടെ, ഈ പുത്രന്മാരുടെയും പുത്രിമാരുടെയും ഹൃദയത്തിന്റെ അകമയുള്ള മനുഷ്യനെ ശക്തിയോടെ, നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ ഒന്ന് തുറന്നു വന്ന് നമ്മുടെ അകമയുള്ള മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടട്ടെ. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും. ഇത്ര വലിയ ഒരു അത്ഭുതമാണ്, ഇത്ര വലിയ ഒരു ദൈവ പ്രവൃത്തിയാണ് ദൈവം നമുക്ക് വേണ്ടി ദൈവം നൽകിയിരിക്കുന്നത്. നിങ്ങൾ ആ മറയൊന്ന് മാറട്ടെ. ഇതെല്ലാം ദൈവം നമുക്ക് വേണ്ടി ക്രിസ്തുവിലൂടെ തികച്ചിരിക്കുകയാണ്. വലിയവനായ നല്ലവനായ പിതാവ് നമുക്ക് വേണ്ടി മേശ ഒരുക്കിയിരിക്കുകയാണ്. നമ്മുടെ കണ്ണ് ഒന്ന് തുറക്കട്ടെ, നമ്മുടെ ആത്മീയ കണ്ണുകൾ ഒന്ന് തുറന്ന് God unveil within you the unlimited riches of His glory and favor until supernatural strength floods your innermost being with divine might and explosive power. നിങ്ങളുടെ ആകമേയുള്ള മനുഷ്യൻ ദൈവത്തിന്റെ ശക്തി കൊണ്ട് ഒരു ബോംബ് പൊട്ടുന്ന പോലെ പൊട്ടുവാൻ പരിശുദ്ധാത്മാവേ ഇവരുടെ കണ്ണുകൾ ഒന്ന് തുറന്ന്, ഇവരുടെ മറയൊന്ന് മാറി, ഇവരാരാണെന്ന് തിരിച്ചറിയുവാൻ, ഇവരുടെ ദൈവം ആരെന്ന് മനസ്സിലാക്കുവാൻ, ഈ ബന്ധം എന്തെന്ന് തിരിച്ചറിയുവാൻ ഇടയായിത്തീരട്ടെ. Then by constantly using your faith, the life of Christ will be released deep inside of you. പ്രിയപ്പെട്ടവരെ, ഈ ദൈവവചനം പ്രഘോഷിക്കപ്പെടുന്നത്, ഉപദേശിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ഈ ദൈവവചനം വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നത്, ഇത് നമ്മളിലേക്ക് വരുന്നത് നമ്മുടെ ഹൃദയത്തിന് ഉള്ളിൽ ദൈവം നമുക്ക് വേണ്ടി ക്രൂശിൽ ചെയ്തെടുത്തിരിക്കുന്നത്, പിതാവാം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്, ഈ നന്മ തിരിച്ചറിയുവാൻ, ഈ വലിയ ദൈവ പ്രവൃത്തികൾ തിരിച്ചറിയുവാൻ ശത്രുക്കൾ കാണുക ദൈവം നമുക്ക് വേണ്ടി ഒരു വിരുന്ന് മേശ ഒരുക്കിയിരിക്കുക. നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകളൊന്ന് തുറന്ന് വിശ്വാസം എന്ന കൈ ഉപയോഗിച്ച് ദൈവം നമുക്ക് വേണ്ടി ഈ കൊട്ടാരത്തിന്റെ അകത്ത് ഒരു പുത്രനായി, ഒരു പുത്രിയായി ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന സകലവും പരിശുദ്ധാത്മാവിന്റെ ജീവനും പരിശുദ്ധാത്മാവിന്റെ ശക്തിയും പരിശുദ്ധാത്മാവിന്റെ കൃപകളും കൃപാവനങ്ങളും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും. ഹല്ലേലൂയ. വിശ്വാസം എന്ന കൈ ഉപയോഗിച്ച് നമുക്ക് വീണ്ടും ഒരു പ്രൊഫറ്റിക് ആക്ട് ചെയ്ത് നാം വളരണമെങ്കിൽ, നാം വാഴ്ച നടത്തണമെങ്കിൽ, നാം ഉയരണമെങ്കിൽ, നാം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണമെങ്കിൽ, ഈ അവകാശം നമ്മുടെ ആകണമെങ്കിൽ, ഇതിൽ നമുക്ക് നടക്കണമെങ്കിൽ, ഇത് അനുഭവിക്കണമെങ്കിൽ, ഇത് ആസ്വദിക്കണമെങ്കിൽ, വിശ്വാസം എന്ന കൈ ഉപയോഗിച്ച് നാം എന്ത് ചെയ്യണം? പിതാവാം ദൈവം ക്രിസ്തുവിൽ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലഭ്യമാക്കിയതിനെ നാം വിശ്വാസത്തോടെ നമ്മുടെ ജീവിതത്തിലേക്ക് that Christ may dwell in your hearts, that using the hand of faith that you will draw from the rich treasury of ദൈവത്തിന്റെ ആ സ്വർഗീയ കവാടത്തിൽ നിന്ന്, ആ ബാങ്കിൽ നിന്ന്, ആ ട്രഷറിയിൽ നിന്ന് വിശ്വാസം എന്ന കൈ ഉപയോഗിച്ച് നാം അതിനെ പാനം ചെയ്യണം, നാം അതിനെ സ്വീകരിക്കണം. പിന്നെ അപ്പോസ്തലനായ പൗലോസ് വീണ്ടും പ്രാർത്ഥിക്കുകയാണ്, യെസ്, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്ന് ഞാൻ നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി. സ്നേഹത്തിൽ വേരൂന്നി, സ്നേഹത്തിൽ വേരൂന്നി ഈ ദൈവസ്നേഹത്താൽ പിടിക്കപ്പെടുന്ന, ഈ ദൈവസ്നേഹത്താൽ പിടിക്കപ്പെടുവാൻ എത്ര നല്ലൊരു പിതാവാണ്. ഈ പിതാവാം ദൈവത്തെ അറിയുവാൻ, to know the Father. When you know the Father's love, ഈ വലിയവനായ, ഈ നല്ലവനായ, അപൂർണതകളില്ലാത്ത ഈ പിതാവാം ദൈവത്തെ നാം അറിയുമ്പോൾ ആ ദൈവസ്നേഹത്തിൽ നാം വേരൂന്നി വളരുവാൻ, that we will be rooted and grounded in the love of God. തുറന്നു വായിക്കാം. വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോട് കൂടെ ഗ്രഹിപ്പാനും. ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ, ഈ പിതാവാം ദൈവത്തെ രുചിച്ചറിയുവാൻ, അതെ, സ്നേഹത്തിന്റെ പകർച്ചകളുടെ സമയങ്ങളാണ്. ദൈവസ്നേഹത്തിന്റെ ആഴങ്ങൾ, അതിന്റെ വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോട് ഗ്രഹിപ്പാനും, that you may be able to comprehend with all the saints the breadth and the length and the depth and the height of God's love. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും. ക്രിസ്തുവിൻ സ്നേഹത്തെ, പിതാവാം ദൈവത്തിലൂടെ വെളിപ്പെടുത്തിയ ക്രിസ്തുവിൻ സ്നേഹത്തെ പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരികയും വേണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതെ, എല്ലാ നിറവോളം പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്താൽ നാം നിറഞ്ഞ് പ്രാർത്ഥനയാണ് ദൈവമക്കൾക്ക് വേണ്ടി. അടിമത്തത്തിൽ നിന്ന്, അനാഥത്വത്തിൽ നിന്ന് പുത്രത്വത്തിലേക്ക് വിളിക്കപ്പെട്ട നമ്മിലേക്ക്. Then you will be empowered to discover what every holy one experiences, the great magnitude of the astonishing love of Christ in all the dimensions, how deeply intimate and far reaching is His love, how enduring and inclusive His love is.
endless love beyond measurement that transcends our understanding. This extravagant love pours into you until you're filled to overflow with the fullness of God. Amen. അതെ, നമ്മുടെ പാത്രങ്ങൾ ദൈവസ്നേഹത്താൽ നിറഞ്ഞു കവിഞ്ഞ് തുളുമ്പുവോളം നമ്മിലേക്ക് പകരുന്ന ദൈവത്തിന്റെ സ്നേഹം. This is great love. This is extravagant love. Hallelujah. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 18-ാം വാക്യത്തിൽ നമുക്ക് വായിക്കാം. ധൂർത്തപുത്രൻ, മുടിയനായ പുത്രൻ, ദൈവത്തെക്കുറിച്ച് പിതാവാം ദൈവത്തെക്കുറിച്ച് നമ്മുടെ ദൈവം, ഈ പിതാവ് എങ്ങനെയാണ്, ഈ ദൈവം ആരാണ് എന്ന് വരച്ചു കാട്ടുന്ന ഒരു ഉപമയാണ്. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം, ധൂർത്തപുത്രൻ, ഇളയ മകൻ, അപ്പ എനിക്ക് ഉള്ള അവകാശമൊക്കെ എനിക്ക് തന്നാണ് എന്ന് പറഞ്ഞ് ഭവനം വിട്ട് സകലതും പാഴാക്കി, എല്ലാം നഷ്ടപ്പെടുത്തി. ക്ഷാമം വന്നപ്പോൾ എല്ലാ കൂട്ടുകാരും പോയി പന്നിക്ക് കൊടുക്കുന്ന ആഹാരം കഴിക്കുന്ന ഒരു ഗതിയിലേക്കായി. അങ്ങനെ ഇരുന്നപ്പോൾ തനിക്ക് തന്റെ ഭവനത്തെക്കുറിച്ച്, തന്റെ അപ്പനെക്കുറിച്ചൊക്കെ ഓർമ്മ വന്നു. താൻ ഭവനത്തിലേക്ക് പോകുകയാണ്. ആ വാക്യം ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് വിളിക്കുവാൻ എനിക്ക് യോഗ്യതയില്ല. നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയുമെന്ന് പറഞ്ഞു. എനിക്ക് യോഗ്യതയില്ല, അപ്പ, എനിക്ക് യോഗ്യതയില്ല. മകൻ എന്ന് വിളിക്കുവാൻ എനിക്ക് യോഗ്യതയില്ല. എന്നെ ഒരു വേലക്കാരൻ, ഒരു ദാസനായി, കൂലിക്ക് നിർത്തുന്ന ഒരു ദാസനായി എന്നെ കണക്കിട്ടാൽ മതി. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ പോയി. അപ്പന്റെ അടുക്കലേക്ക് പോയി. ദൂരത്ത് നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ട്, Look at your father. നമുക്ക് നമ്മുടെ ദൈവത്തെ യേശു വരച്ച് കാട്ടുകയാണ്. ഈ നല്ലവനായ, വലിയവനായ, നല്ലവനായ, സ്നേഹവാനായ, കരുണാസമ്പന്നനായ ഈ ദൈവത്തിന്റെ മഹാസ്നേഹത്തിന്റെ ഒരു ദൃഷ്ടാന്തമാണ് ഈ ഉപമയിൽ കാണിക്കുന്ന. ഹല്ലേലൂയ. മകനെല്ലാം ഒഴിച്ചു, എല്ലാം നഷ്ടപ്പെടുത്തി, മറുതലിച്ച് വീട് വിട്ടു പോയവനാണ് അവൻ. പക്ഷെ മാനസാന്തരത്തോട് അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുമ്പോൾ അവനെ കാത്തിരിക്കുന്ന, അവനിലേക്ക് ഓടിച്ചെല്ലുന്ന അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവന്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. മകൻ അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. നിന്റെ മകൻ എന്ന് വിളിക്കുവാൻ എനിക്ക് യോഗ്യതയില്ല. അപ്പൻ തന്റെ ദാസന്മാരോട് വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിപ്പീൻ. ഇവന്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും ഇടുവിപ്പീൻ. തടിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറുപ്പീൻ. നാം തിന്ന് ആനന്ദിക്കാം. ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മെ കാണുമ്പോൾ ഈ ധൂർത്തപുത്രനെ പോലെ ആയിരുന്നു നാം, ഈ മുടിയനായ പുത്രനെ പോലെ ആയിരുന്നു നാം. ദൈവത്തിന്റെ ഭവനത്തിൽ നിന്നും ദൈവത്തിന്റെ വഴികൾ നോക്കി സ്വത്രം വിട്ട് മൈലുകൾ അപ്പുറമായിരുന്നു നാം. പാപത്തിൽ ജീവിച്ചവരായിരുന്നു, നമ്മൾ ജീവിച്ചവരായിരുന്നു, മർദ്ദലിപ്പിൽ ജീവിച്ചവരായിരുന്നു, ദൈവത്തിന് വിരോധമായി പ്രവർത്തിച്ചവരായിരുന്നു. നമ്മുടെ വാക്ക്, നമ്മുടെ ജീവിതം, നമ്മുടെ നോട്ടം, നമ്മുടെ പ്രവൃത്തികളെല്ലാം ദൈവത്തിന് വെറുപ്പ് കൊണ്ടുവരുന്നവരായിരുന്നു നാം. നമുക്കെല്ലാം ഒരു ക്ഷണം ലഭിച്ചു, ഒരു ക്ഷണം കിട്ടി. റിട്ടേൺ ബാക്ക് ഹോം. ഭവനത്തിലേക്ക് മടങ്ങി വാ തന്റെ പുത്രനായ യേശുവിലൂടെ. ദൂരത്ത് നിന്ന് മാനസാന്തരത്തോട് നാം ഭവനത്തിലേക്ക് അടുത്ത് വരുമ്പോൾ നമ്മെ ആലിംഗനം ചെയ്ത്, നമ്മെ സ്നേഹിച്ച്, നമ്മെ ലാളിച്ച്, നമ്മെ കെട്ടിപ്പിടിച്ച്, നമുക്ക് ഉമ്മ വെച്ച്, നഷ്ടപ്പെട്ടു പോയ മാനവും അധികാരവും അവകാശവും ഒക്കെ നമുക്ക് നൽകി, ഒരു വേലക്കാരനാകാനുള്ള യോഗ്യതയെ എനിക്കുള്ളൂ എന്ന് പറഞ്ഞു നിൽക്കുന്ന നമ്മളെ, അല്ലാതെ I don't want you to be a servant, I want you to be a son, I want you to be my son. എത്ര കുറവുകളുണ്ടെങ്കിലും, എവിടെയൊക്കെ നമ്മൾ തെറ്റിപ്പോയെങ്കിലും, എവിടെയൊക്കെ നമ്മൾ മർദ്ദലിച്ചുവെങ്കിലും, ഇന്ന് വീണ്ടും ദൈവത്തിന്റെ സ്നേഹം നമ്മെ മാടി വിളിക്കുകയാണ്, നമ്മെ തിരികെ വിളിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പന്റെ ഭവനത്തിലേക്ക്, അപ്പന്റെ സ്നേഹത്തിലേക്ക്, അപ്പന്റെ സന്നിധിയിലേക്ക്, ആ സാന്നിധ്യത്തിലേക്ക് നമ്മെ മടക്കി വിളിക്കുക. നമ്മളൊരു മെസ്സേജ് കേട്ടു എന്നല്ല, ഈ ദൈവസ്നേഹത്തിന്റെ ആഴം നമ്മുടെ മധ്യത്തിലേക്ക് പകരുകയാണ്. അല്പസമയം നമുക്ക് ദൈവസന്നിധി നമ്മളെ ഏൽപ്പിക്കാം. ഇതാഴമായ ദൈവത്തിന്റെ സ്പർശനങ്ങൾ, ഈ വലിയവരായ പിതാവിന്റെ സ്നേഹത്തെ നമുക്ക് ഒന്ന് സ്വീകരിക്കാം. നമ്മുടെ മധ്യത്തിലേക്ക് നമുക്ക് അതിനെ ഒന്ന് വിശ്വാസത്താൽ ഒന്ന് ഏറ്റെടുക്കാം.